ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ മതിലുകൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ 1989 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ. മമ്മൂട്ടി, മുരളി, KPS ലളിത, ശബ്ദം മാത്രം സിനിമയിൽ കാണിക്കുന്നില്ല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. 1990 വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടിയ ചിത്രമാണ് മതിലുകൾ. മികച്ച അഭിനയം, സംവിധാനം എന്നിവയ്ക്കുൾപ്പെടെ ആ വർഷത്തെ 4 ദേശീയ പുരസ്കാരങ്ങൾക്ക് മതിലുകൾ അർഹമായി. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീറാണ് മതിലുകളിലെ മുഖ്യ കഥാപാത്രം. മലയാളത്തിലെ മുൻനിര അഭിനേതാക്കളിൽ ഒരാളായ മമ്മൂട്ടിയാണ് ബഷീറായി അഭിനയിക്കുന്നത്. ജയിലിനകത്ത് തോട്ടം നിർമ്മിക്കുകയും തൻ്റെ നിലയിൽ സന്തുഷ്ടനായി കഴിയുകയും ചെയ്യുന്ന ഇദ്ദേഹം ജയിൽ ജീവനക്കാരുമായെല്ലാം നല്ല ചങ്ങാത്തത്തിലാണ്. ഇതിനിടയിൽ തികച്ച അവിചാരിതമായി മതിലിനപ്പുറത്ത് പെൺ ജയിലിലെ തടവുകാരിയായ നാരായണിയുമായി ബഷീർ ചങ്ങാത്തത്തിലാവുന്നു. മതിലിന് 2 വശങ്ങളിൽ നിന്നുമായി ഹൃദ്യവും എന്നാൽ രസകരവുമായി നടത്തുന്ന വർത്തമാനങ്ങളിലൂടെ പരസ്പരം തമ്മിൽ കാണാതെ തന്നെ ആ കൂട്ടുകെട്ട് പ്രണയമായി പരിണമിക്കുന്നു. ഒടുവിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുന്നേ തികച്ച അവിചാരിതമായി ബഷീർ ജയിൽ മോചിതനാവുന്നു. താങ്കൾ സ്വതന്ത്രനാണ് എന്ന് പറയുന്ന ജയിലറോട് ഹൂ വാണ്ട്സ് ഫ്രീഡം എന്ന് ചോദിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. മമ്മൂട്ടി വൈക്കം മുഹമ്മദ് ബഷീറായും, മുരളി തടവുകാരനായും, ബഷീറിൻ്റെ സുഹൃത്ത് ബാബു നമ്പൂതിരി തടവുകാരനായും, അസീസ് ഇൻസ്പെക്ടർ, KPS ലളിത നാരായണിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, തിലകൻ വാർഡൻ, രവി വള്ളത്തോൾ റസാക്ക്, ജഗന്നാഥ വർമ്മ ജഡ്ജി, ശ്രീനാഥ് ജയിൽ വാർഡൻ, കലമന ജനാർദ്ദനൻ നായർ തടവുകാരൻ, കൃഷ്ണൻകുട്ടി നായർ തടവുകാരൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു ജനിച്ചത്. അബ്ദുറഹ്മാന്റെ കുഞ്ഞാത്തുമ്മ ദമ്പതികളുടെ മൂത്ത മകനായിരുന്നു ബഷീർ. കഥകളുടെ സുൽത്താൻ എന്ന പേരിലും ബഷീർ പ്രശസ്തനായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും 1993 വള്ളത്തോൾ അവാർഡും മുട്ടത്ത് വർക്കി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നിവ ബഷീറിൻ്റെ ചില പ്രശസ്ത കൃതികളാണ്. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചു. 1989 ദേശീയ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആ വർഷത്തെ 4 ദേശീയ പുരസ്കാരങ്ങൾ മതിലുകൾ നേടി. മികച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, മികച്ച കഥ വൈക്കം മുഹമ്മദ് ബഷീർ, മികച്ച നടൻ മമ്മൂട്ടി, മികച്ച ശബ്ദലേഖന ഹരികുമാർ, മികച്ച മലയാള ഭാഷാ ചിത്രം മതിലുകൾ എന്നിവയായിരുന്നു അവാർഡുകൾ. 1989 മതിലുകൾ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി ആദ്യമായി ദേശീയ അവാർഡ് നേടി. മലയാള സിനിമയിലെ പ്രതിഭാശാലിയായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹം സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ദേശീയവും ദേശാന്തരീയവുമായ അംഗീകാരം നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ വാണിജ്യ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി സമാന്തര സിനിമയുടെ ആളാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ 1941 ജൂലൈ 3 അദ്ദേഹം ജനിച്ചത്. 7 തവണ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആജീവനാന്ത സംഭാവനകളെ മുൻനിർത്തി ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും പത്മശ്രീയിൽ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2004, മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച തിരക്കഥാകൃത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച സംവിധായകർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം 2016 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, അനന്തരം, മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കൂത്ത്, ഒരു പെണ്ണും 2 ആണും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറായി മമ്മൂട്ടിയും, മതിലുകൾക്കപ്പുറത്ത് വനിതാ ജയിലിൽ ജയിൽവാസം അനുഭവിക്കുന്ന നാരായണിയായി KPS ലളിതയും സംഭാഷണങ്ങൾ കൊണ്ടായാലും അഭിനയം കൊണ്ടായാലും തങ്ങളുടെ കഥാപാത്രങ്ങൾ ഉജ്ജ്വലമാക്കിയ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മതിലുകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു.